ന ന ന കൃതണരകാം 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 ന ന ന. ആശാ, മറ്റൊന്ന് ചോദിക്കട്ടെ. ഇപ്പോൾ കോട്ടയം കഥകൾ എന്നുള്ള കഥകളുടെ ഒരു ചിട്ടയ്ക്കകത്ത് കാലപ്രമാണത്തെ സംബന്ധിച്ച് നിഷ്കർഷകളുണ്ട്. ഇപ്പോൾ കാലകേവത്തിലെ താതക്കിൻ കുശലി നാട് എങ്ങനെയായത് കാലത്തിലാണ് വേണ്ടതെന്നുള്ളതിനൊരു കണക്ക് കളരിയിലുണ്ട്, അരങ്ങത്തുണ്ട്. പുതിയ കഥകളാവുമ്പോൾ ഈ നിഷ്കർഷകളില്ല. അപ്പോൾ കാലത്തിൽ നിയന്ത്രണം മുഴുവൻ നടൻ്റെ സ്വാതന്ത്ര്യം അനുസരിച്ചാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നേരത്തെ അത് ഇന്ന രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വാദ്യക്കാരോടും അതുപോലെ താളം പിടിക്കുന്ന ഗായകരോടും പറയേണ്ടി വരാറുണ്ടോ? വന്നിട്ടില്ല അതുവരെ. അവരതങ്ങോട്ട് അത് യോജിച്ച് പോവും. അങ്ങനെ യോജിച്ച് പോവാത്ത ആൾക്കാരുടെ അത് കഴിഞ്ഞാൽ പറയും. അങ്ങനെയാണ് വേണ്ടത്. അത് അല്ലാതെ ആദ്യം പറയില്ല. അല്ല, ആദ്യം പറയേണ്ടി വന്നിട്ടില്ല എന്നർത്ഥം. പറയില്ല എന്നല്ല, ആദ്യം പറയേണ്ടി വന്നിട്ടില്ല. കഥാപാത്രങ്ങളുടെ രംഗക്രിയയും ഇതുപോലെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഒരു കഥാപാത്രം പ്രവേശിക്കുന്നത് കടതഗിതാമാണോ, അതോ ഇരട്ടിവട്ടാണോ, അതോ വെച്ച് കൂട്ടി എടുത്ത് കലാശിച്ചു വരികയാണോ, ഇതൊക്കെയും സ്വാതന്ത്ര്യത്തോടെ തീരുമാനിക്കുന്ന നടന്മാരുണ്ട്. ഓരോ കഥാപാത്രങ്ങളും ഓരോരുത്തരും വ്യാഖ്യാനിക്കുന്ന ഓരോ രീതിയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കൊട്ടുകാരൻ ആ പെണ്ണിൽ നിൽക്കണെച്ചാൽ എനിക്ക് വഴി ഇതാണ് എന്ന് പറയേണ്ടി വരില്ലേ? അല്ല, അത് നമ്മളിപ്പോൾ ചെയ്യണത് എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഏതാണോ ചെയ്യണത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതിലേക്ക് യോജിച്ച് വരുന്നുമുണ്ട്. അത് ആരായാലും. ഇപ്പോൾ കടിയന്താണെങ്കിൽ കടിയന്ത വട്ടം വെച്ച്, അതായത് എന്താ പറയുക, കടിയന്ത അത് കഴിഞ്ഞ് കാല് വെച്ച് മുന്നോട്ട് ചവിട്ടി കാണുകയാണെങ്കിൽ കാണുക, അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അത് അവർക്കറിയാം. അതായത് നേരെ മറിച്ച് ഇപ്പോൾ പുതിയൊരു കഥ കർണശബ്ദം കർണൻ വരുന്നുണ്ട്. കർണൻ വരുന്നത് എന്നോട് പൊതുവാലാശാൻ, ഞാൻ മറ്റിച്ച കാണിക്കാതെ പൊതുവാലാശാൻ പറഞ്ഞു, അത് ഗോപി അത് ഇങ്ങനെ വരുന്നത് അന്ന് അദ്ദേഹം കൊണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞത്, കൊട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്നത് ക്രീന്ത വെച്ച് വന്നുകൂടെ ചോദിച്ചു. ഞാൻ തമാശയ്ക്കാണ് പറഞ്ഞത്. ആശാൻ, ഇതൊരു ഏകാംഗ നാടകത്തിൻ്റെ ഛായയിലാണുള്ളത്. അപ്പോൾ ഈ കർണൻ വരുന്നത് ആ ഇവിടേക്ക് ദുര്യോധൻ്റെ അടുത്തേക്കുള്ള വരവാണ്. ആ വരവ് ക്രയന്താൻ വെച്ച് വരുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഗൗരവം കൂടുക മറ്റിച്ചുള്ള വരവ്. അത് കർണനാണ്. കർണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രയന്താനെക്കാട്ടിലും കുറച്ച് ഒറ്റക്കാലി ചവിട്ടി വരുമ്പോൾ അതിന് കുറച്ചും കൂടി ഗൗരവം ഉണ്ടാവും. അതെ, ഗൗരവം ഉണ്ടാവും എന്ന് പറഞ്ഞു. അല്ല, അത് ശരിയാണ്. പക്ഷേ കഥകളിത്വം അല്ലാണ്ടേ ആവും. മിക്കതും അങ്ങനെ തന്നെയല്ലേ ആശാനെ ചോദിച്ചാൽ. അല്ല, കിടതഗിതാമായിരുന്നു കർണൻ്റെ പ്രവേശത്തിന് മുമ്പ്. എനിക്കല്ല, ഞാൻ ആദ്യം മുഴുക്ക എങ്ങനെയാണ് ചെയ്തിരുന്നത്. ഞാൻ ആദ്യം മുഴുക്ക എങ്ങനെയാണ്. ഇപ്പം അതിൻ്റെ ഒരു അരങ്ങുപാഠം ഇങ്ങനെയാണ്. ഇപ്പോൾ ആരും കിടതഗിതാമോ ഇരട്ടി ഓട്ടോ ആയിട്ട് വരാറില്ല. അതേമാതിരി തന്നെ ഇതിന് കലാശം ഉണ്ടായിരുന്നു. അതായത് എന്താ ദുര്യോധന കൗരവന്മാരെ നശിപ്പിക്കുകയൊക്കെ പറഞ്ഞിട്ടൊരു പദമുണ്ടല്ലോ, വിമതരാം. അവിടെ കലാശം ഉണ്ടായിരുന്നു മുമ്പ്. വട്ടംവെച്ച് കലാശം ഉണ്ടായിരുന്നു. ഞാൻ നിർത്തി. ഞാനത് ഉണ്ടാച്ചു. ഇപ്പം ആരും ചെയ്യാറില്ല. അതായത് അവിടെ ഇപ്പോൾ വട്ടം വെച്ച് കലാശൻ്റെ ഒരു പ്രാധാന്യം കാണാനില്ല. മുദ്ര കാണിച്ചാൽ മതി. അതെ. പക്ഷെ അങ്ങ് ഇപ്പൊ ഗോപേശാൻ ശ്രദ്ധിക്കാറുള്ളത് ആ കൗന്ദേയരെ നിലക്ക് ആ ജീവരക്ത ബിന്ദുക്കൾ കേന്ദ്രീകരിക്കാറുള്ളത്. അതെ അതെ അതെ. അവിടെ ഇപ്പോൾ ഈ അതിനൊക്കെ ഒരു പ്രാധാന്യം കൊടുത്തേ ഒക്കുള്ളൂല്ലോ. അതൊക്കെ അങ്ങേയറ്റം കണ്ടുപിടിച്ച ആട്ടങ്ങളുടെ വഴിയാണല്ലോ യഥാർത്ഥത്തിൽ. അതെ, അല്ലാണ്ട് അപ്പം എനിക്ക് മറ്റുള്ളവരെ കാണാത്ത കാരണം കൂടി എനിക്ക് പറയാൻ വയ്യല്ലോ. പലതും ജീവരക്ത ബിന്ദുക്കളിലെ അതുപോലെ അങ്ങനത്തെ ആട്ടം, അതുപോലെ ഈ ഉരകാഭരണല്ല ഇന്ദുമൗലിഹാരൻ, ഇതൊക്കെ കണ്ടെത്തിയതാണ്. അത് എനിക്ക് വലിയൊരു ഒന്നുകിൽ ദോഷം അല്ലെങ്കിൽ ഭാഗ്യം, രണ്ടായിരം ഒന്ന് പറയാം. രണ്ടായിരം ഏതാ നമുക്ക് എടുക്കേണ്ടത്. മറ്റുള്ളവരുടെ വേഷം അധികം കാണാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ല. സ്വന്തമായിട്ട് വഴി ഉണ്ടാക്കാൻ തടസ്സമില്ലാണ്ടായി എന്നുള്ളതാണ് പറയാനുള്ളത്. എന്താ വെച്ചാൽ ഉരകാഭരണൻ എന്നിൽ ഇന്ദുമൗലി ഹാരമേനി. അപ്പോൾ നമ്മൾ സ്വയം തന്നെ ആ ഇന്ദുമൗലി ഹാരമേ എന്നുള്ളിടത്ത്
ഇവരെ ഇപ്പം ഇവിടെയുണ്ട്, 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 കഴുത്തിലുമുണ്ട്, മറ്റേ തലയിലുമുണ്ട്. അതങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ട് ഈ ഹാരം ഇതും കൂടി കാണിക്കാറുണ്ട്. അപ്പോൾ അതാണ് കുറച്ചുകൂടി നല്ലത് തോന്നിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ വാസു എന്താ കാണിക്കാൻ എനിക്കറിയില്ല കേട്ടോ. അതിപ്പോ കഥകളിയിലൊരു പൊതു നടപ്പായിട്ടുണ്ട്. അല്ല, വാസും വേഷം കെട്ടിയിട്ടല്ലോ. അല്ല, അതെനിക്കറിയില്ല എന്ന് പറയാം. പിന്നെ രാമകൃഷ്ണ വേഷം കെട്ടിയില്ല, പറയാനും വയ്യ. അല്ല, അത് അങ്ങായിട്ട് ഉണ്ടാക്കി തന്നെയാണ്, അത് സംശയമൊന്നുമില്ല. അല്ല, ഞാൻ അവിടെ ഇപ്പോൾ എടുത്തു ചോദിക്കാൻ കാരണം ഈ പാമ്പിന് ഓരോന്നിലുള്ള നീളം ഇങ്ങനെ കൊട്ടുകാർക്ക് മനസ്സിലായെന്നാണ്. അത് മനസ്സിലാവാൻ വിഷമമില്ലല്ലോ. അതിപ്പോൾ നിങ്ങളിപ്പോൾ ഇത് കാണിച്ചു കഴിഞ്ഞു, അത് അവിടെ അത്രയില്ലേ ഉള്ളൂ. അത് അവിടെ പൂർത്തിയാവുമല്ലോ. അതെ, അത് അവിടെ പൂർത്തിയാവണമല്ലോ, മറ്റത് തുടങ്ങുകയാണല്ലോ. അപ്പോൾ രണ്ടും വേറെ മനസ്സിലാക്കാൻ വിഷമമില്ലല്ലോ. അത് മുൻകൂട്ടി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് സാധാരണ ഒരു ചെണ്ടക്കാരനാകുമ്പോൾ, പ്രത്യേകിച്ചും സാധാരണ ചെണ്ടക്കാരെക്കാട്ടിലും കൂടുതൽ പുണ്യനാണെങ്കിൽ അത് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് സ്വയം വന്നോളൂ, എത്തിക്കോളും. അതന്നെ, അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ഈ ഓരോന്ന് നമുക്ക് പറ്റിയിട്ട് പിന്നെ ഈ ഇതിൽ എന്തോ ഒരു മുദ്ര ഇപ്പോൾ ഓർമ്മപ്പോൾ വരുന്നില്ല, അതായി തകരാറ്. മറവിയുണ്ട്, നല്ലോണമുണ്ട്. നളയത്തിൽ തന്നെയാണ്. അതായത് അത് ആ മുദ്ര സ്വതവേ ഇനി ഓർമ്മ വരുമ്പോൾ ഇപ്പം പറയാം. ഇനിയിപ്പോൾ അതിന് വേണ്ടി സമയം കളയേണ്ട ആവശ്യമില്ല. എന്തായാലും ഈ മറവീഴി പെട്ടതാണ് അതൊക്കെ, മറന്ന് ഓർമ്മ വരുന്നില്ല എന്നർത്ഥം. ഏതായാലും നളയത്തിനെ സംബന്ധിച്ച് വിജനേബദ മഹതി വിപിനെ നീ ഉണർന്നു. ഇതാണോ? അതെ, അതിൻ്റെ ഒന്ന്. അതെ, അത് ഞാൻ ഇപ്പോൾ വേറൊരു കാര്യം പറയാം. അന്ന് ജീവനൻ്റെ ആയിരുന്നു, മനസ്സിലായില്ലേ? കൃഷ്ണനാരായണൻ്റെ ഇത് കണ്ടിട്ട് പഠിച്ചതാ. ഈ മുദ്ര അത് കുറച്ചും കൂടിയും കട്ടി കൂട്ടിയിട്ട് ചെയ്തുകൂടെ ചോദിച്ചു കേശവേട്ടൻ. ഇത് കാണിച്ചിട്ട് ഒരു കേശവേട്ടൻ ഇത് മാത്രമല്ലാണ്ടേ ഇങ്ങനെയും കൂടി ആക്കി. അതെ, അത് ചൂട്ടിലേക്കാകുമ്പോഴേക്കും അത് സഹിക്കാൻ വയ്യാത്ത എന്നുള്ളതായിരിക്കും. കേശവേട്ടൻ അത് അങ്ങനെ ആക്കി കൂടെ ചോദിച്ചു. അങ്ങനെ ആക്കിയത്. പക്ഷേ ഈ മുദ്ര എങ്ങനെ ആക്കിയത് കൃഷ്ണനാരായണൻ്റെ അത് കണ്ടിട്ടാ. കൃഷ്ണനാരായണൻ എങ്ങനെ കാണിച്ചിരുന്നത്? അതെ. അല്ല, അപ്പോൾ അതേമാതിരി തന്നെയാണ് ഈ അല്ല, ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് ഉരകാഭരണൻ എന്നിൽ ഉരുതകാരുണ്യമുണ്ടെങ്കിൽ അതല്ലല്ലോ ഇപ്പം. ഞാൻ ഇപ്പോൾ എന്തോ വേറെ നമ്മൾ പറയാൻ തുടങ്ങിയത്. വിജനേപത പകുതി വിപിനെ നീ ഉണർന്നെന്തു അവനെ ചെന്നായോ ബന്ധുഭവനെ ചെന്നായോ. എന്താ അത്? ഞാൻ തർക്കത്തിനില്ല. ചെന്നായോന്ന് അങ്ങനെ ആദ്യം കാണിച്ചിരുന്നത് പേര മൃഗം തന്നെയാണ് കാണിച്ചിരുന്നത് ആദ്യഘട്ടത്തിൽ, അല്ലേ? പിന്നീട് ഇത് മാറ്റിയിട്ട് ചെന്നാക്കി. അതിപ്പോൾ രണ്ട് തരത്തിലും വ്യാഖ്യാനങ്ങളുണ്ട്. രണ്ട് പ്രാവശ്യം കവി ഒരേ വാക്ക് ഉപയോഗിക്കില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. അവനെ ചെന്നായോ, വനമില്ലാത്തിടത്ത് ചെന്നോ എന്ന് ആദ്യത്തെ. അതെ, ബന്ധുഭവനെ ചെന്നായോ അതും വരുന്നുണ്ടല്ലോ. അപ്പോൾ രണ്ടാമത്തെയും ചെന്നോ എന്ന് ചോദിച്ചാൽ തെറ്റാന്ന് പറയാൻ വയ്യ. അല്ല, ബന്ധുഭവനെ ചെന്നായോ, അവനെ ചെന്നായോ എന്ന് പറയുമ്പോൾ അത് ചെന്നായ രക്ഷിച്ചോ? ചെന്നായ എന്നുള്ളൊരു വാക്കായിരുന്നു പണ്ട് പ്രചാരത്തിൽ. കാന്താരതാരകത്തിൽ ചെന്നായ എന്ന് തന്നെ അർത്ഥം പറയണത്. അതിൽ തെറ്റാണെന്ന് പറയേണ്ട മറ്റൊരിതിൽ ബാക്കി ആൾക്കാർ ആരും അംഗീകരിക്കുന്നില്ല ആ വ്യാഖ്യാനം. അവനെ ചെന്നായോ എന്ന് പറഞ്ഞാൽ വനമില്ലാത്തോടത്ത് ചെന്നായോ എന്ന് തന്നെ. അത് അതെ, അവനെ വനമില്ലാത്തോടത്ത് ചെന്നായോ, ചെന്ന് വിട്ടോ. ബന്ധുഭവനെ ചെന്നായോ, ഞാൻ വനമില്ലാത്തോടത്ത് ചെന്ന് വെച്ചാലും വേണ്ടില്ല, ബന്ധുഭവനത്തിൽ എത്തിയിട്ടുണ്ടോ എന്നതിന് ന്യായം കൂടും എന്നുള്ളൊരു സങ്കല്പമാണ്. ഞാൻ അതൊക്കെ സ്വന്തം, അതായത് ഈ ഇവരുടെ തർജ്ജമയൊക്കെ നോക്കിയിട്ട് സ്വന്തമായിട്ട് ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ള ആട്ടാണ്. അല്ല, പദത്തിൻ്റെ ഭാഷയാണത്. അപ്പോൾ അത് വാസു നിർബന്ധമായിട്ടും പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതാണ് കാണിക്കുന്നത്. അതെ, എന്നിട്ട് വേണുവിനോട് പറയുകയും ചെയ്തു, അതായത് ഇങ്ങനെ തന്നെ കാണിക്കണം. അതായത് ചെന്നായ രക്ഷിച്ചുവോ എന്നുള്ളത് കാണിക്കണം എന്നുള്ളതാണ്. അവനെ രക്ഷിച്ചുവോ, അവനെ എന്ന് പറഞ്ഞാൽ
ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ എന്ന് പറയുമ്പോൾ വനമില്ലാത്തോർത്ത് എന്നാണല്ലോ അർത്ഥം. അതെ അങ്ങനെയാവുമല്ലോ. ഒന്നാലോചിച്ചാൽ മതി. ഒരു മനുഷ്യനെ മൃഗങ്ങൾ, അതായത് ചെന്നായ ആയാലും കടുവയായാലും പുലിയായാലും സിംഹമായാലും അവർ അടുത്ത് വന്നിരുന്നിട്ട് രക്ഷിച്ചുകൊണ്ടിരിക്കുമോ? ഇല്ല. മാത്രമല്ല, ബന്ധുഭവനത്തിൽ ചെന്നായയാണോ എന്ന് അവർ പറഞ്ഞത്, ബന്ധുഭവനം അകമേ ദുഷ്ടമൃഗങ്ങൾ എന്നാദ്യം പറയണ്ട. അപ്പൊ ഈ ഭവനത്തിലാണ് ഈ ദുഷ്ടമൃഗങ്ങളൊക്കെ നിൽക്കണത്. അപ്പൊ നീ ചെന്ന് പെടുന്ന ബന്ധുഭവനവും ദുഷ്ടമൃഗങ്ങളുടെ കേന്ദ്രമായിട്ട് മാറിയോ? അല്ല, അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? അപ്പോൾ അത് അറിഞ്ഞൂടാ. ഞാനെന്തായാലും തർക്കത്തിലില്ല. അല്ല, തർക്കത്തിന് ഞാൻ അല്ല, ഇക്കാര്യത്തിൽ തർക്കത്തിന് ഞാനുണ്ട്. അല്ല, തർക്കത്തിന് ഇല്ല പറയാനില്ല, ഭാവമില്ലാതെ അർത്ഥം. അതിപ്പോൾ വേറൊരാൾ ചെയ്യണത് ന്യായീകരിക്കാൻ പറ്റണത് മാത്രമേ ന്യായീകരിക്കൂ. വേണ്ട, എനിക്കത് താല്പര്യമില്ലാത്തതാണ്. ഞാൻ രണ്ടും ചെന്നാന്നുള്ളതിന് ഈ ഒരു മുദ്ര കാണിക്കുന്നതാണ് എൻ്റെ വ്യക്തിപരമായ ഇഷ്ടം. അല്ല, മറ്റത് ഇഷ്ടമല്ലാത്തത് ഞാൻ ഇഷ്ടമല്ലാതെ തന്നെ പറയും. അല്ല, വേറൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഇത് കാണിച്ചു. ഇപ്പോൾ രാമുണ്ണിരാശാൻ കാണിച്ചാൽ, ഇപ്പോൾ വേറൊരു കാര്യമുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, രാമുണ്ണിരാശാൻ ഇപ്പോൾ രാവിണി മേനോനാശാൻ പഠിപ്പിച്ചു കൊടുത്ത മാതിരി തന്നെയാണോ കാണിക്കണത്? അല്ലേ അല്ല, ഇഷ്ടം പോലെ മാറ്റം വരുത്തിയിട്ടുണ്ട് അദ്ദേഹം. ഇല്ലേ? പിന്നെന്താ? എന്നാൽ അതിൽ കുറച്ച് അധികം മാറ്റം വരുത്താത്ത പത്മനാശാനേ ഉള്ളൂ. അതെ അതെ. എന്നാലും കുറേ ഉണ്ട്. അല്ല, എങ്കിലും അതിലിപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞു. അതെ. ഇപ്പോൾ ഈ തലവെട്ടൽ, കെട്ടിച്ചാടി വെട്ടൽ രാമകൃഷ്ണനായിട്ട് പുതുതായിട്ട് ചെയ്തതാണ് മറ്റത്. അതെ അതെ. അല്ല, അതുമാതിരി തന്നെ കെട്ടിച്ചാടി ഉറപ്പിക്കൽ, പടപുറപ്പാടിന്. അല്ല, അങ്ങനെ ചിലതൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, കാരണമില്ല. പക്ഷേ ഇത്തരം ചില കാര്യങ്ങൾ നമ്മൾ ഈ അർത്ഥം കൂടി നോക്കണം. മാത്രമല്ല, അർത്ഥം നോക്കല്ല, അന്ന് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്താണോ എന്നുള്ള ആലോചിക്കുക വേണ്ടത്. ആ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഇതാണ്. അതായത്, അവനെ ചെന്നായോ, വനമില്ലാത്തോടത്ത് ചെന്നോ എന്നുള്ളത് ന്യായീകരിക്കാനും യുക്തി അതാണെന്നുള്ളതാണ് എൻ്റെ പക്ഷം. അതായത് കലാമണ്ഡലം ഗോപിയുടെ പക്ഷം. അത് അല്ല ശരിയാക്കണം എന്ന് ഞാൻ പറയുന്നില്ല. അതിൽ അല്ല എന്ന് സങ്കല്പിച്ച് തർപ്പിച്ച് പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് ചെന്നായ രക്ഷിക്കുമെന്ന് തോന്നി എന്നുള്ള ഉത്തരം കൂടി ഉണ്ടാവണം. ഞാൻ പറയണത് എന്താ വെച്ചാൽ, രാവിണ്ണി മേനോനാശാൻ്റെ ഛായ എന്നും പറഞ്ഞുകൊണ്ട് കല്ലൊഴി ചിട്ട എന്നുള്ളത് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? കല്ലൊഴി ചിട്ട എന്ന് പറയാൻ ഇപ്പോഴത്തെ കാലത്ത് ഒട്ടും പറ്റില്ല. കലാമണ്ഡലം ശൈലി എന്ന് പറയുന്നുണ്ട്, അതിൽ ന്യായ തെറ്റില്ല, ശരിയല്ലേ? അല്ലാണ്ട് മറ്റത് പറയാൻ പറ്റില്ല. ഒരുപാട് മാറ്റങ്ങൾ ഓരോരുത്തരും മാറ്റം വരുത്തിയിട്ടുണ്ട്. മുമ്പേ ഈ മുദ്രയ്ക്ക് കൂടണം എന്നുള്ളതൊന്നും മുമ്പേ ഉണ്ടായിരുന്നില്ല. മുദ്രയ്ക്ക് കൂടണമെന്നുണ്ടായില്ല. പക്ഷേ രാവിണി മേനോനാശാന് മുദ്രയ്ക്ക് കൂടണമെന്നുണ്ടായിരുന്നു. അതാണല്ലോ കൃഷ്ണൻകുട്ടി വളാശാനോട് ചരൽ വാരി. അതെ, മലരാള. അതെ. അല്ല, അപ്പോൾ മുദ്രയ്ക്ക് കൂടണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൊട്ടേണ്ടത്, അതായത് പദം പറഞ്ഞു പൂവാണ്. അതെ, ആ പദം ഓർമ്മ ഉണ്ടെങ്കിൽ പറഞ്ഞിക്കൂ. മണിമയ സദനെ മോഹന ശയനെ മണമിയലും കുസുമാസരനെ. അപ്പോൾ ഇത് ഇങ്ങനെ വിടുമ്പോൾ എന്താണ് അവിടെ കൊട്ടേണ്ടത് എന്നുള്ളതിൻ്റെ സൂചനയാണല്ലോ രാമുണ്ണിരാശാൻ രാവിണി മേനോനാശാൻ പറഞ്ഞു കൊടുത്തത് അല്ലേ? അപ്പോൾ രാവിണി മേനോനാശാൻ അവിടെ ശ്രദ്ധിക്കുന്നുണ്ട് അവിടെ കൊട്ടേണ്ടത് എന്താണെന്നുള്ളത്. രാവിണി മേനോനാശാൻ കൊട്ടും എന്നെമാതിരി കൊട്ടണം ഓരോന്നിനും എന്നുള്ളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. മറ്റുള്ള ചെണ്ടക്കാർക്കൊന്നും അത്രയ്ക്ക് നിഷ്കർഷ ഇല്ലാതിരുന്നത്. അത് ഞാൻ വേറെ രീതിയിലേ പറയാറ്. പൊതുവാളാശാൻ്റെ ഗുരുനാഥൻ കളരിയാണ്. അതായത് പറഞ്ഞതേ. അല്ല, നേരെ മറിച്ച് മറ്റേ നമ്മളുടെ തിരുമേനിക്ക്, അതായത് മാങ്കുളോ വാരണാസിയോ ആദ്യത്തെ തിരുമേനി, വലിയ തിരുമേനി, മൂത്തവന തിരുമേനിക്ക് കൂടായില്ല. പക്ഷേ ഈ നിഷ്കർഷത എന്ന് പറഞ്ഞത് കട്ടിയായിരുന്നു എന്നർത്ഥം. ആയിരുന്നിരിക്കാം, ഇത്രയും കേട്ടിട്ടില്ല. ഉരുളുപോലും ഇങ്ങനെ ഒഴുകുക വേണ്ടു വാക്കിന് അതിൻ്റെ അർത്ഥം അല്ല, അതല്ല. അപ്പം അത്രയും ഈ കൊട്ട് നിന്നത് മാതിരി വരണം എന്നുള്ളത് രാവിണി മേനോനാശാൻ കൃഷ്ണൻകുട്ടി ആശാനോട് പറഞ്ഞ മാതിരി അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം പോരാ. ഏത് മൂത്തവനെ തിരുമേനിയോട് പറയാൻ കുറച്ച് സങ്കല്പിക്കുക. അതെ. അത് പക്ഷേ അതുമാതിരി ഇല്ലെങ്കിലും വലിയ ഘടമില്ലാണ്ട് കൊട്ടിയിട്ടുണ്ടാവാം. അല്ല, ഞാൻ ഇപ്പം പറയട്ടെ, ഇപ്പം മാധവ വാര്യരോടാണത്രേ
ചോദിച്ചത് ഈ സ്വരവായുമായിട്ട് ബന്ധപ്പെട്ട വിജ്ഞാനമൊക്കെ വെങ്കിച്ചസ്വാമിയോടല്ല. മൂത്തമ്മനോട് പറയാൻ സ്വാതന്ത്ര്യമില്ല എന്നങ്ങ് പറഞ്ഞതിൻ്റെ മുകളിൽ ഞാൻ പറയുകയാണ്, വെങ്കിച്ചസ്വാമിയോടും അല്ല അദ്ദേഹം പറഞ്ഞത്, മാധവവാര്യരോടാണത്രേ സ്വരവായു എങ്ങനെയൊക്കെയാണ് പാ എന്ന സ്വരത്തിന് എങ്ങനെ നിൽക്കണു, അതായിട്ട് ഈ രസഭാവത്തെ എങ്ങനെ ബന്ധിപ്പിക്കാം എന്നൊക്കെ രാവുണ്ണിമേനോൻ ആശാൻ ഗവേഷണം നടത്തിയതിന് മാധവവാര്യരുടെ കയ്യിലുള്ള സംഗീതത്തെയും മദ്രവാദനത്തെയാണ് ഉപയോഗിച്ചതെന്നും പത്മാശാൻ അനുസ്മരിച്ച് കേൾക്കാറുണ്ട്. അല്ല, ശരിയായിരിക്കും, വളരെ ശരിയായിരിക്കും. അതൊക്കെ ആചാര്യന്മാരായിട്ടുള്ള സംവാദങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് ഒന്നും പറയാൻ സാധിക്കില്ല. ഇതൊക്കെ ഇവർ പറഞ്ഞു കേട്ട അതെ, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ മുഴുവനൊന്നും പറഞ്ഞു തന്നിട്ടുമില്ല ഇവരെ സംബന്ധിച്ച്, കഴിഞ്ഞ ആചാര്യന്മാരുടെ കാര്യങ്ങളെ സംബന്ധിച്ച്. പക്ഷേ ഒരു കാര്യമില്ല, എന്താ വെച്ചാൽ നമ്മളെ പുള്ളി കേശവനോ, അതെ കേശവൻ, പാട്ടേ പുള്ളി കേശവൻ, അതിനെയാണ് പേരാ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നമ്മളുടെ നളൻ പ്രധാന തിരുമേനി ഉണ്ടല്ലോ, ഈ ഒക്കെ മാങ്കുളത്തിനെക്കാട്ടും മുമ്പേ തോട്ടം പോറ്റി അദ്ദേഹത്തിൻ്റെ ഒരു തോട്ടം പോറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതിമ വയ്ക്കൂ. അദ്ദേഹത്തിൻ്റെ രാവണനും ഈ പുള്ളി കേശവൻ സാറിൻ്റെ ആശാൻ്റെ പാട്ടുമൊക്കെ ആയിട്ട് പുള്ളി പണിക്കലുണ്ടായി. അതെ, അന്ന് ഞാൻ കുട്ടിയാണ്, ഇനി നാട്ടുമണിയിൽ പഠിക്കുന്ന കാലമാണ്. അതായത് അത് കേൾക്കണ്ടായിട്ടുണ്ട് ഞാൻ അന്നേ ദിവസം. എനിക്ക് വേഷവുമില്ല, കാണാനും കേൾക്കാനും പറ്റും. മറ്റൊരു രീതി ചോദിക്കട്ടെ, ഇപ്പോൾ കാലകേവധം ഉൾപ്പെടെയുള്ള കോട്ടയം കഥകളുടെ രംഗാവിഷ്കാരത്തിൻ്റെ ആ ഒരു ഘട്ടം കഴിഞ്ഞ് കളരി ഭാഷയില്ലാത്തതാണെങ്കിൽ പോലും നളചരിതം ധാരാളമായിട്ട് കൈകാര്യം ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഈ നളചരിതത്തിനും ശേഷം ഈ കർണശപഥം പോലെയുള്ള പുതിയ കഥകൾ പുതിയതായിട്ട് ഉണ്ടാക്കേണ്ടി വരികയും ചെയ്തു. ഒരു മുൻപൊരാൾ ചെയ്ത് പരിചയം പോലും ഇല്ലാത്ത കഥകൾ രംഗത്ത് അവതരിപ്പിക്കേണ്ടി വന്നു. ഈ ഒരു വികാസത്തിൻ്റെ ഈ ഘട്ടത്തിൽ ഓരോ സന്ദർഭത്തിലും മേളം എങ്ങനെ പിൻപറ്റി എന്നൊന്ന് ഓർത്ത് പറയാൻ പറ്റുമോ ആശാൻ? അല്ല, ഇതിലിപ്പോൾ ഈ കാലകേയവധം, കൃമീരവധം, ഭഗവധം, കല്യാണ സൗന്ദര്യം ഇത് കോട്ടയം കഥകളിൽപ്പെട്ടതാണല്ലോ. അത് കളരിച്ചിട്ടയാണല്ലോ കാര്യമായിട്ടുള്ളത്. അതിൽ മേളത്തിൻ്റെ കാര്യം പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കളരിയിൽ നിന്ന് കിട്ടുന്ന ആ മേളം തന്നെയാണ് ഇപ്പോൾ കാര്യമായിട്ട്. പക്ഷേ അതിലൊരു കാര്യമുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ സരജോഹം അവിടെ ഈ കളരിയിലുള്ളത് തന്നെയാണ്. അഹം എന്നൊക്കെ വരുന്നത് ഇങ്ങനെയാണല്ലോ വരുന്നത്. അതിൽ ഇപ്പോൾ ഈ അഹം എന്നുള്ളത് ഖനത്തിന് കൊട്ടുതന്നെ വേണം. ഇവിടെ സ ലെ ജോ അഹം ഒറ്റതേ ഉള്ളൂ. അതിന് അവിടെ ഖനം തന്നെ വരണം അഹത്തിന്. എന്താണ് കാരണം ചോദിച്ചാൽ, അർജുനൻ്റെ ഗാംഭീര്യമാണ് അവിടെ കാണിച്ചു കൊടുക്കുന്നത്, പറയണത് അല്ലേ. അപ്പോൾ അതിൻ്റേതായ കൊട്ടിന് ഒരു പ്രാധാന്യമുള്ളത് എന്താ വെച്ചാൽ ആ ഖനാണ്. അവിടെ ആ ഖനാണ് വേണ്ടത് അല്ലേ. അങ്ങനെ ചെറിയ കാര്യങ്ങൾ പറയാം. വരുണൻ എന്നുള്ള അപ്പം ഞാൻ പറഞ്ഞത് അവിടെയാണ് വരുണൻ പേര്. അല്ല എന്താ ഇത് കാണിച്ചിട്ട് ഇത് കാണിച്ചിരുന്നത്, അതെ കാണിച്ചിരുന്നത് അവിടെ അതന്നെ കാണിക്കണം, മനസ്സിലായില്ലേ. അല്ല, അപ്പോൾ അതിനൊക്കെയും ഇപ്പോൾ ഇതിനൊക്കെയും മുദ്രകൾ തന്നെ വേണ്ടു. അവിടെ ഖനം ഒരേമാതിരിയുള്ള ഖനേ വേണ്ടു. അതിന് കരുണ, ആ കരുണയോട് ഇവിടെ വരാൻ കാരണം എന്തോ ഇല്ലേ. അപ്പോൾ കരുണയോട് ഇവിടെ വന്നതും അതെന്താ മനസ്സി കരുണയോട് ഇവിടെ വന്നതും തന്നെയുള്ളൂ. ആ മനസ്സി അവിടെ ഖനം വേണ്ടല്ലോ, വേണോ? കരുണയ്ക്കും വേണ്ട, മനസ്സിക്കും വേണ്ട. പിന്നെ അവിടെ ചില്ലുമുദ്രയാണ് ഇൽ. മനസ്സി ഉണ്ടല്ലോ, മനസ്സി കരുണയോട്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ കനം കുറയൽ അന്നത്തെ വ്യവസ്ഥയിലേ ഉണ്ട്. കളരി വ്യവസ്ഥയിലുണ്ട്. അത് ഇപ്പോൾ ഒരു കുട്ടി അത് കാണിക്കുക, അല്ല ചൊല്ലിയാട്ടത്തിൽ കൊട്ടുകയാണെങ്കിൽ കുട്ടി അത് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. അങ്ങനെ വേണം എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. അപ്പോൾ എന്തുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത്
ആരാണോ പഠിപ്പിക്കണത് വെച്ചാൽ പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. ചൊല്ലിയാരിപ്പിക്കണം ആശാനത് കനം വേണ്ടാണ്ട് അല്ലെങ്കിൽ കനത്തിലാണ് കുട്ടിയെ എന്ന് വിചാരിച്ചാൽ അങ്ങനെ അരുത് എന്ന് പറഞ്ഞു കൊടുക്കും വേണം. അതെന്താണ് കാരണം എന്ന് വിചാരിച്ചാൽ അവിടെ ഇപ്പോൾ ഈ മനസ്സിൽ നിന്നുള്ളതും കരുണ എന്നുള്ളതും ഇവിടെ എന്നുള്ളതിന് ശരിക്കും പറഞ്ഞാൽ ഈ കരുണയെക്കാട്ടിലും മനസ്സിനെക്കാട്ടിലും ഒരു ലേശം കനം കൂടണം ഇവിടെ എന്നുള്ളത്. വന്നാളുള്ളതിന് കനം വേണം. എവിടേക്ക് വീഴുമ്പോഴേക്കേ വേണ്ടു, വന്നാ എന്നുള്ളതൊക്കെ വേണ്ടു. അപ്പോൾ ഇത് ഈ കളരിയിൽ ചെണ്ട പഠിപ്പിക്കുന്ന ആശാൻ ഇല്ലെങ്കിൽ അത് ചൊല്ലിയാടിക്കുന്ന ആശാൻ അങ്ങനെ ഇന്ന മാതിരി അവിടെ വരണം എന്ന് തിരുത്തണം. അല്ല, തിരുത്തണം എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കണം. തിരുത്തലവരാ വേണ്ടത്. അപ്പോൾ അതിന് കളരിയിൽ ഈ പഠിപ്പിക്കുന്ന ആശാനും അത് തയ്യാറാവണം. ഏതായാലും ചെണ്ട കൊട്ട് പഠിപ്പിക്കുന്ന ആശാൻ ഇല്ലല്ലോ, അപ്പോൾ അത് വേണ്ട, പറഞ്ഞു കൊടുക്കണ്ട, അവർ ചെയ്തോളും, അങ്ങനെ വിചാരിക്കരുത്. നമുക്കിതിൽ യോജിച്ച് പോകേണ്ടതല്ലേ. അപ്പോൾ ഇതിൽ യോജിച്ച് പോകണമെന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഉണ്ണീഷനാണ് പഠിപ്പിക്കണമെന്ന് വിചാരിക്കുക. ഉണ്ണീഷൻ ആ സമയത്ത് അവിടെ ചെണ്ട കളരിയിലില്ല എന്ന് വിചാരിച്ചാൽ ഒന്നുകിൽ ഇത് കഴിഞ്ഞാൽ ഉണ്ണീഷനോട് പറയണം, ആശാൻ, കളരി ആശാൻ, വേഷം പഠിപ്പിക്കണ ആശാൻ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ട് കുട്ടിയോട് ഇത് ആശാനോട് ചോദിക്കാൻ പറയണം. ഇത് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിച്ചാൽ നേരെയാവാനാ, അതായത് ഒന്നിച്ച് യോജിച്ച് പോകാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? അതാണ് ആശയം. അതായത് ഇപ്പോൾ നിശ്ചയുള്ള മാതിരി കുട്ടികൾക്ക് അത്രേ പറ്റൂ, കൊട്ടാനേ പറ്റൂ. അപ്പോൾ ഇന്നതാണ് അതിൻ്റെ സത്ത് എന്നുള്ളത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത് ചെയ്യിപ്പിക്കുമ്പോൾ പിഴയ്ക്കാതെ അവർക്ക് മുന്നോട്ട് ഓരോന്നിനും ശ്രദ്ധിച്ച് ചെയ്യാൻ സാധിക്കും. ശരിയാണത്. അല്ല, ഇപ്പം അതേപോലെ ഇപ്പോൾ കനം കുറച്ച് കൂട്ടാൻ പഠിപ്പിക്കണം ബാലകേൾനിയാവുമ്പോൾ. അതെ വളരെ കനം കുറഞ്ഞിട്ടേ ഉള്ളൂ, വരുന്നുള്ളൂ. കല്യാണി എന്നൊക്കെ മുദ്ര ചെയ്താണെങ്കിൽ കനം പാടില്ലേ ഇനി. അതിന് കനമൊന്നും വേണ്ട. അതിന് അത് ധർമ്മപുത്രയുടെ സ്ഥായി ഭാവമാണ് ഈ കനം വേണ്ടാന്ന് പറഞ്ഞ് പോണത്. അത് കഴിഞ്ഞ് നളചരിതമാകുമ്പോൾ രണ്ട് ഭാവം ധാരാളം മാറി വരുന്നുണ്ട്. കനം വേണ്ടതുണ്ട്, പോലെ അല്ല, അതിന് കനം വേണ്ടാത്ത. ഇപ്പോൾ ഒന്നാം ദിവസത്തിലിപ്പോൾ കുണ്ടിന നായക നന്ദിനിക്കൊത്തൊരു നമുക്ക് എടുക്കാം. അല്ല അത് പറയാം. മറ്റൊരു നാരദൻ്റെ അടുത്തുള്ളതാണ്. അതിപ്പോൾ കനവും ഇതൊക്കെ ഏകദേശം ഒരേമാതിരി പോയാലും കുഴപ്പമുള്ള കാര്യമല്ല. അതിൽ ആ കുണ്ടിന നായക നന്ദിനിക്കൊത്തൊരു, ഇതിലിപ്പോൾ കുണ്ടിന നായക അതിന് വീരാണ് വരേണ്ടത്. അപ്പോൾ ആ വീരം വരണമെങ്കിൽ എത്രണ്ടും കനം വേണം ചെണ്ടയ്ക്ക് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. അതായത് കനം ഇതിൻ്റെ മാതിരി തന്നെയാണ് വരുന്നത്. മേദിനി ബാലന്മാരെ വീരൻ തന്നെയാണ്. ആ കനം ഇവിടെ വരരുത്, അത്ര വരരുത്. കാരണം ഇതൊരു കുറച്ചൊരു മൃദുത്വം വേണം. അതെ, ഇതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമായിട്ട്. അപ്പോൾ ഞാൻ വേറൊന്നും ചോദിക്കട്ടെ. ഇപ്പോൾ കനം കുറയ്ക്കുക എന്നുള്ളത് തന്നെ ക്രമമായി കുറയ്ക്കേണ്ട സന്ദർഭങ്ങൾ വരും. ഇപ്പോൾ ഹംസം പറന്നങ്ങനെ പോകുന്നത് നോക്കി നിൽക്കുന്ന നളൻ. അതെ, അതിപ്പോൾ ഏതാണ്ട് ആദിത്യദേവൻ മറയുന്നത് കാണുന്ന ധർമ്മപുത്രരുടെ അതേ ഛായയിലോ അല്ലെങ്കിൽ അതിനേക്കാൾ ഇത്തിരി കൂടി ഒരു മനസ്സിന് ഇങ്ങനെ ഒരു പ്രണയത്തിൻ്റെ ഭാവത്തോട് കൂടിയിട്ട് ഹംസം പോകുന്ന പോലെ ആശാൻ അഭിനയിക്കാറുണ്ട്. അപ്പം അതിൻ്റെ മനസ്സിൻ്റെ വ്യാപാരത്തിനെ കൃത്യമായിട്ട് സഹായിക്കാൻ പിന്നിൽ ചെണ്ട കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിച്ചേ പറ്റൂ. ശ്രദ്ധിക്കണം, ഇത് പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവില്ലേ? അപ്പം പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല, ആ കാര്യം ശരിയാ. പക്ഷേ ഞാനത് പറഞ്ഞുതരാം. അത് പറഞ്ഞു കൊടുക്കാതെ സ്വയം കളരീനെ കൊട്ടിയിട്ടും മറ്റുള്ളവർ കൊട്ടിന് കണ്ടിട്ടും ഉണ്ടാക്കേണ്ടതാണെന്നുള്ളതാണ് ആചാര്യന്മാരുടെ ഒരു നിർബന്ധമായിട്ടുള്ള പറച്ചിൽ. ഇതിപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്, ഹംസത്തിൻ്റെ പറന്നു പോകും. ഇത് ഹംസം പോണത് ചിറകടിച്ചു കൊണ്ടാണ്. ചിറകടിക്കല്ല, ഇളക്കിയും കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ കനം എത്ര വേണമെന്ന് ആലോചിച്ചാൽ മതി. അത് എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് പോകുമ്പോൾ ഉണ്ടാവുന്ന ആ കനം കുറഞ്ഞു വരും വേണം. എന്നിട്ട് അവസാനം മറഞ്ഞു നിശബ്ദതയിലേക്ക്. അതെ മനസ്സിലായില്ലേ? നേരെ മറിച്ച് ആദിത്യൻ മറയണത്, ചിറകൊന്നും വേണ്ടല്ലോ. അല്ല, പറഞ്ഞു കാര്യമില്ല.
ആദിത്യൻ എന്ന് പറഞ്ഞാൽ സൂര്യഭഗവാനാണ്. അതിൻ്റെ കനം വേണം, പോകുമ്പോൾ അതിൻ്റെ കനം വേണം. പോകുമ്പോൾ അതിൻ്റെ കനം ഉണ്ടായിട്ട്, ഈ തുടക്കത്തിൽ അതിൻ്റെ കനം ഉണ്ടായിട്ട് മുകളിലേക്ക് ആ മറയുന്നത് വരെ ആ കനത്തിൽ ഏകദേശം കുറഞ്ഞ് വന്നിട്ട്, ഈ ഹംസത്തിൻ്റെ കാര്യം പറഞ്ഞ മാതിരി തന്നെ കുറഞ്ഞ് വന്നിട്ട് ആ മറയനോട് കൂട്ട് അവസാനിക്കും വേണം. അതങ്ങനെ ഒന്ന് രണ്ട് കൊട്ടായിട്ട് വരണം. ഇത് പറഞ്ഞത് ഒന്നാണെങ്കിൽ പോയില്ല, ഒരു 2 കൊട്ടായിട്ട് വരിക തന്നെ വേണം. പിന്നെ ഒന്നുള്ളത് എന്താ വെച്ചാൽ ഉത്ഭവം, വൈശ്രവണൻ്റെ വരവ് ഉണ്ടല്ലോ, ആകാശത്ത് വിമാനമായിട്ട് വരവ്. അതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊട്ടുന്നത് 1-2 തകരാറായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അതായിട്ടുണ്ട്. എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് വരുമ്പോൾ കനത്തിൽ ശരിയല്ലാത്ത കാര്യമാണ്. മധ്യത്തിലെത്തുമ്പോൾ കനം കുറഞ്ഞ, അവിടുന്ന് കനം കുറഞ്ഞിട്ടേ വരാവൂ. അടുത്തേക്ക് എത്തുന്തോറും കനം കൂടും വേണം. അതെ, അത് പൊതുവളാസിൻ്റെ കണ്ടുപിടിച്ചാൽ മതിയല്ലോ, ആൾക്കാർക്ക് മനസ്സിലാക്കാൻ. അങ്ങനെ പറഞ്ഞു കൊണ്ടിരുന്നത് എന്താ വെച്ചാൽ പുതുതലമുറകൾ, പഴയ തലമുറ വെച്ചാൽ ഇപ്പോഴത്തെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, കളരിയിൽ ചെയ്യാൻ ചിലപ്പോൾ ഇത് പറ്റിയില്ല എന്ന് വരും. അപ്പോൾ അത് കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം എന്നുള്ളതാണ്. ഒരു മനസ്സിന് അതിന് വേണ്ടിയിട്ട് മനസ്സ് തയ്യാറാവണം. ശരിയല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെയാണ് വേണ്ടത്. അതായത് പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ്, പക്ഷേ പറഞ്ഞു കൊടുത്താലും എങ്ങനെ എന്നുള്ളത് കൊട്ടുമ്പോഴേ അറിയുള്ളൂ, അല്ലേ? അപ്പോൾ സീനിയേഴ്സ് കൊട്ടിയത് കേട്ട് തന്നെ വേണം, അത് ആ ഒരു ബോധത്തിൽ. അതന്നെ അങ്ങനെയാണ് വേണ്ടതെന്നുള്ളതാണ് ഞാൻ സങ്കല്പിച്ച് വെച്ചുള്ളത്. അതായത് അവിടുന്ന് വരുമ്പോൾ കനം കുറഞ്ഞിട്ട്, അതായത് ആകാശത്ത് നിന്ന് വന്നുകൊണ്ടേയിരിക്കണു, അടുത്തെത്തുമ്പോൾ അതെ ശബ്ദം കൂടി, എന്നിട്ട് അടുത്തവിടെ എത്തിയിട്ട് പെരുമ്പറ കൊട്ടി അവിടേക്ക് കനം വേണമല്ലോ, വേണ്ടേ? അതെ. ഈ കർണശബ്ദത്തിൽ അതുപോലെ മേളത്തിൻ്റെ വിന്യാസം, അതിലുണ്ടാവേണ്ട വ്യത്യാസങ്ങൾ എങ്ങനെയാണ് എല്ലാവരും ചെണ്ടക്കാരും കൃത്യമായിട്ട് പിൻപറ്റുന്നു തന്നെയാണ് തോന്നിയിട്ടുള്ളത്, അല്ലേ? കർണശബ്ദത്തിലേക്ക് കൊട്ടുകൾ ഇതേപോലെ വേണ്ടിടത്ത് കനവും വേണ്ട. അതെ അങ്ങനെ തന്നെയാണ് വേണ്ടത്. അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കളരിയിലുള്ള കാര്യമല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് എന്തുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് ഗുരുമുഖത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ സീനിയേഴ്സ് കൊട്ടണത് ആരാണോ, ആ കൊട്ടണത് എങ്ങനെയാണോ, എന്താണോ, കനം വേണ്ടിടത്ത് വരുന്നുണ്ടോ, അതേ പറഞ്ഞത് വേണ്ടത് മാത്രമേ സ്വീകരിക്കാവൂ. വേണ്ടാത്തത് സ്വീകരിക്കരുത്. അതിപ്പോൾ പറഞ്ഞുതരാം. ഈ സോദരി മഹാരാജ്ഞി ഖേദം എന്തിനും വൃഥ, ഇത്രയും പറയുന്നുണ്ട്. അപ്പോൾ ഈ സോദരി മഹാരാജ്ഞി സാധാരണ മറ്റുള്ള പോക്ക അല്ലേ? ഖേദം എന്തിനും വൃഥ. പ്രാണസഖൻ നിന്നുடைய റാണി തവവല്ലഭൻ അവിടെയൊക്കെ ഇതിൻ്റെ തന്നെയാണ്. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ടേ, പ്രാണസഖൻ റാണി തവവല്ലഭൻ അതിൻ്റെ ആ പദം മുഴുവൻ ആയപ്പോൾ എന്നോടേന്നല്ലേ പ്രാണസഖൻ. എൻ്റെ ജീവരക്ത ബിന്ദുക്കൾ ഓരോന്നും എൻ മന്നവനായി ഒഴുക്കെ ധന്യനായിടും, ഞാൻ അങ്ങയുടെ ഭുവനപതിയാക്കും ഭർത്താവ്. അത് വേറെ വഴിയില്ലല്ലോ. അതിലെ സോദരി മഹാരാജ്ഞി എന്നുള്ളടത്തെ ഖേദം എന്തിനു വൃഥ. അതെ, വൃഥ. പ്രാണസഖാൻ എനിക്കു, അതന്നെ പ്രാണസഖൻ എനിക്കു, അതന്നെ പ്രാണസഖൻ എനിക്കു. റാണി തവ വല്ലഭൻ എന്ന് പറയുമ്പോഴേക്കും കനം മാറി, കുറച്ച് കനം വരണം അവിടെ. അതെന്താ കാരണം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ഊറ്റം പറയല. അതായത് കർണൻ്റെ ഊറ്റം പറയലാണ്. ആ ഊറ്റം പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കഴിയുന്നതും സമാധാനിപ്പിക്കത്തക്കവണ്ണം അതാണല്ലോ ഇയാളുടെ ഉദ്ദേശവും. അപ്പോൾ ഇയാൾ പറയുന്നത് റാണി തവ വല്ലഭൻ പ്രാണസഖൻ എനിക്ക്, അതെ പ്രാണസഖൻ എനിക്കു എന്നൊക്കെ പറയുമ്പോൾ അവിടെ കനം വേണമെന്നർത്ഥം. സോദരി മഹാരാജ്ഞികളായിരുന്നാലും കനം, അതിനേക്കാട്ടിലും കനം അവിടെ അത് വരണം എനിക്ക്. അതെ. പിന്നെ എന്താ പാണ്ഡവരെ കൊല്ലുന്നത് അവിടെയൊക്കെ പിന്നെ ശരിക്കും ഒരു യുദ്ധത്തിൻ്റെ ശായായില്ലോ.
അല്ല കനം നല്ലോണം വേണ്ടതാണ്. അത് ഈ അമ്പ് ചെയ്യുക എന്നുള്ള അതിലത്തെ എണ്ണങ്ങളൊക്കെ തീരുമാനിക്കുന്നിടത്ത് മേളായിട്ട് ബന്ധപ്പെട്ട ചില ചിത്രങ്ങൾ മനസ്സിലുണ്ട് ആശാന്റെ. വിമതരാം കൗന്ദേയരെ സമരെ നിഗ്രഹിച്ച് 5 അമ്പുകൾ തന്നെ ചെയ്യുക എന്നൊക്കെ നിശ്ചയിച്ചിട്ട് 5 പാണ്ഡവരായതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു അങ്ങനെയല്ല. അഞ്ചതില്ല. അതായത് വിമതരാം കൗന്ദേയരെ എന്ന് പറഞ്ഞാൽ സമരെ നിഗ്രഹിച്ചു എന്നുള്ളടത്ത് ഈ അസ്ത്രങ്ങളിൽ കുറച്ചധികം ചെയ്തിട്ട് അതിനെ ഒരു നിഗ്രഹിച്ചു എന്നുണ്ടല്ലോ. സമരെ ഇത് നിഗ്രഹിച്ചു എന്ന് അതുവരെയും ഖനാണ് അതിന്. അപ്പോൾ ആ നിഗ്രഹിച്ചു എന്നുള്ളടത്തൊരു ഖനങ്ങൾ അവിടെ കഴിഞ്ഞു. നീളത്തെ പലതരത്തിലുള്ള അമ്പൈകൾ കൊണ്ട് ഇങ്ങനെ അതെ അത് പാട്ടും ഇതും കൊണ്ട് യോജിച്ചിട്ട് പോകണമെന്ന് അർത്ഥമുള്ളൂ. അവിടെയും ശരിക്കും ഖനം തന്നെയാണ്, നല്ല ഖനത്തിലാണ്. ആ നിഗ്രഹിച്ചു എന്ന് കഴിഞ്ഞാൽ ഞാൻ അതും കൂടി അവിടെ കഴിഞ്ഞാൽ പിന്നെ ഖനങ്ങൾ കുറഞ്ഞു. താവപതിയെ ഭുവനപതിയേക്കും അതന്നെ. അല്ല അങ്ങനെ ഈ ഇതൊക്കെ വെറുതെ ഇപ്പോൾ അതിനൊരു ദോഷമുള്ളത് എന്താ വെച്ചാൽ കളരി ഇല്ലാത്തതാകുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ തന്നെ ഗുരുമുഖത്തിൽ നിന്ന് അതെന്ന് വെച്ചാൽ തൻ്റെ സീനിയർമാർ ആരാണോ കൊട്ടണത് അവർ കൊട്ടണത് കണ്ടുപഠിച്ച് അതെ സ്വാംശീകരിക്കണം. കണ്ടു പഠിക്കുക, എന്നിട്ട് ഞാൻ വേണ്ടത് സ്വീകരിക്കുക. അതന്നെ എവിടെയാണോ ഖനം അപ്പോൾ അവർ കൊട്ടണത് മുഴുവൻ നേരെയായി എന്ന് വരില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടെന്നല്ല, അങ്ങനെ നേരെയായി ഇല്ലെങ്കിലും നേരെയായാലും ആ നേരെയായിട്ടുള്ള എടുക്കുക, നേരെയായിട്ടില്ല തോന്നുന്നത് നേരെയാക്കി എടുക്കുക, നേരെയായിട്ടില്ല തോന്നുന്നത് ഉപേക്ഷിച്ചിട്ട് സ്വന്തം നേരെയാക്കുക. അതെ റൈറ്റ്. ഒരു രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ബാലയെ കേൾനി അല്ലെങ്കിൽ അതുപോലുള്ള കോട്ടയം കഥകളിലെ ഒരു കിടതഗിതാം കൊട്ടേണ്ടി വരികയാണെന്ന് വെച്ചാൽ വാദ്യക്കാരന് കിടതഗിതാം എന്നെ കൊട്ടിയാൽ മതി. എന്നാൽ കുവലവിലോചനയ്ക്ക് പതിഞ്ഞ കിടതഗിതാം കൊട്ടുമ്പോൾ ആ ഉദ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ നളൻ എന്തെല്ലാം കാണുന്നു എന്നതിനനുഗുണമായി ആ കൊട്ടിൻ്റെ ഭാഷയിലൊരു നവീകരണം വേണ്ടി വരും. ഇതൊരു പക്ഷേ ആ കോട്ടയം കഥകളിൽ നിന്നുള്ളൊരു വളർച്ചയായി കാണാവുന്നതാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. അല്ല, കോട്ടയം കോട്ടയം കഥകളേക്കാൾ കുറച്ചും കൂടിയും വ്യത്യസ്തമായിട്ടുള്ളതാണ് ഈ നളചരിതം 2-ാം ദിവസത്തിലെ കിടയന്ത എന്നുള്ളത്. അത് വ്യത്യസ്തം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അത് ഉദ്യാനം കാണും. എന്നാൽ നേരെ മറിച്ച് ഉത്തരാസേമരത്തിൽ ഉദ്യാനം കാണുന്നുണ്ട്, അവിടെ ചെയ്യുന്നില്ല. ഇത് കാണാൻ തന്നെ കാണാം. അപ്പോൾ അവിടെ കൊട്ടര എങ്ങനെയാണെന്നുള്ള അവർക്ക് അറിയുള്ളൂ. ഒരേ വെവ്വേറെ തന്നെ കാണണം എന്നർത്ഥം. അപ്പോൾ ഈ ഉദ്യാനം കാണുക എന്നതിന് കൊട്ടതിനനുസരിച്ച് മാറണം. പുതിയ കാലത്തിൻ്റെ ഒരു കാഴ്ചപ്പാടായിരുന്നു, ഒരു നയപരമായൊരു വ്യതിയാനായിട്ട് കാണാൻ വേണമെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും അതെ. അതിപ്പോൾ പഴയ കഥകൾ എന്ന് വിചാരിച്ചിട്ട് കാലം മുറുകണമെന്നില്ല, കാലം വെറുതെ ഒരു കിടതഗിതാം കുട്ടിയാ പോരാ. അതെ, ഇപ്പോൾ ത്രിപുടയിൽ കൊട്ടിയാൽ മാത്രം പോരാ മാലയിടണേന് എന്നതൊരു വന്ന മാറ്റാണല്ലോ. അപ്പോൾ ആശാൻ തന്നെ സൂത്രധാരൻ അർജുനൻ പഴയ കാലത്ത് ചെയ്തപ്പോൾ പശ്ചാത്തലത്തിൽ വെറുതെ ഒരു ത്രിപുട മേളം വനന്തര മേളം മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ ആധുനിക കാലത്ത് ആശ ഇപ്പോൾ സൂത്രധാരണം ചെയ്യുകയാണെങ്കിൽ അവിടെ ദേവന്മാരെ കാണല് ആദ്യം മുതലുണ്ട്. പിന്നെ അതൊക്കെ ആദ്യമുണ്ട്, അത് കളരിയിലുണ്ടല്ലോ. അത് കളരിയിലും കൊട്ട അങ്ങനെ ഉണ്ടായിരുന്നോ? ഇല്ല, അല്ല, അത് വലന്തലയിൽ മാത്രം തന്നെ. അല്ല, ഇടന്തലയിൽ വലന്തലയിൽ ഒറ്റ കൈ കൊണ്ടാണല്ലോ കൊട്ടിയിരുന്നത്. ഒരു കൊട്ടയുണ്ടായിരുന്നുള്ളൂ. അത് മുഴുവൻ ഇല്ല. അതായത് ഇപ്പോൾ 2 കൈ കൊണ്ടും കൂടി കൊട്ടണത് മുഴുവൻ ഒറ്റ കൈ കൊണ്ട് കൊട്ടി വരുത്താൻ ബുദ്ധിമുട്ടാണല്ലോ. അതിന് ഞാനും ഉണ്ണികൃഷ്ണനും കൂട്ടി സംസാരിച്ചിട്ട് മാറ്റിയതാണ്. അതായത് സൂത്രധാരണത്തിൽ ഇങ്ങനെ ആക്കണം കൊട്ടയെന്ന് തീരുമാനിച്ചു, നവീകരണം ഉണ്ടാക്കി. അല്ല, ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ എങ്ങനെ ഉണ്ട് നോക്കാം. അപ്പോൾ ഇങ്ങനെ ആക്കി നോക്കല്ലേ നല്ലത് ചോദിച്ചു. അത് അന്നത്തെ മറ്റേ കാരണ വെച്ചിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടോ സംശയമുണ്ടെങ്കിൽ ഇല്ലേ? അന്ന് ഒറ്റ കൈ കൊണ്ടല്ല. അല്ലല്ല. അപ്പോൾ എന്തുണ്ട് ഇത് അന്യോന്യം ആദ്യം മുൻകൂട്ടിയിട്ട് ഒരു ചോദ്യവും ചെയ്യലും വേഷത്തിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഞാൻ പതിവില്ലാത്തതാണ്. ഇത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് ഉണ്ണീഷിനോട് തന്നെയാണ് ചോദിച്ചത്, നമുക്കത് അങ്ങനെയായിരുന്നു ആക്കി നോക്കുക. ആടുന്നതിനനുസരിച്ച് വലന്തലയിലാണെങ്കിൽ പോലും മേളത്തിന് ഒരു ക്രമം ഉണ്ടാക്കുക. അതെ, വലന്തലയിൽ 2 കൈ കൊണ്ടും ഇടന്തലയിൽ കൊട്ടണ മാതിരി വലന്തലയിൽ കൊട്ടുക. പക്ഷേ അതിന് എത്ര കനം കൂടുതലുണ്ട് അറിയോ? അനുഭവത്തിന് പിന്നെ ഒരുപാട് കൂടുതലുണ്ട്. ഉണ്ണീഷൻ തന്നെ സമ്മതിച്ചു. അപ്പോൾ
ഉണ്ണീഷൻ സമ്മതിച്ചു പറഞ്ഞാൽ ഈ എല്ലാവരും സമ്മതിച്ചു തരില്ല, അങ്ങനെ ഒരു കാര്യമുണ്ടേ. അല്ല, ഇത് സമ്മതിച്ചു വേഗം വളരെ നന്നായിട്ടുണ്ട്, എല്ലാവരും സമ്മതിച്ചു, അതതിൻ്റെ കാര്യം. ഇപ്പം അങ്ങനെയാണ് അതിൻ്റെ. പക്ഷേ ഇപ്പോൾ കോട്ടയ്ക്കൽ ഇപ്പോഴും പറ്റേ കോട്ടയ്ക്കൽ ഇപ്പോഴും പഴയ മാതിരി തന്നെയാണ്. കോട്ടാറ് അല്ലേ? കോട്ടയ്ക്കൽ അത് മാറിയിട്ടുണ്ടാവില്ല. ഇല്ല, മാറ്റിയില്ലാന്നേ കേട്ടത്. അല്ല, ഉണ്ണീഷൻ തന്നെയാണ് പറഞ്ഞത്. അത് ഏത് ഉണ്ണീഷൻ? അവിടെ കാഞ്ഞങ്ങാട് ഉണ്ണീഷനില്ലേ, വേഷക്കാരൻ ഉണ്ണീഷൻ, CM ഉണ്ണീഷൻ. അതെ, അവിടുത്തെ മാറ്റിയിട്ടില്ലേ പറഞ്ഞു. പക്ഷേ ആ മാറ്റിയതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് ആസ്വാദകർക്ക് അറിയാം. കാണുന്ന പ്രേക്ഷകർക്ക് അതിൻ്റെ മാറ്റം കൊണ്ടുള്ള ഗുണം അറിയാം. അതിൻ്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ സുഭദ്രയെ കാണുന്നു. ആദ്യം മാലിട്ട് അങ്ങനെ, പിന്നെ വരുന്നത് ആദ്യം സുഭദ്രയെ ശൃംഗാരത്തോട് കൂടിയിട്ടുള്ള കാണലാണ്, മനസ്സിലായില്ലേ? ആ കാണൽ കഴിഞ്ഞാൽ അവിടെ ലജ്ജയാണ്, ആദ്യം തന്നെ ലജ്ജയാണ്. ആ ലജ്ജ മുകളിൽ പോയിട്ട് നിൽക്കണില്ല, നേരെ താഴത്തേക്ക് വരികയാണ്. മുകളിൽ നേരെ താഴത്തേക്ക് വരിക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കുറച്ചും കൂടിയും ശൃംഗാരത്തിൻ്റെ കൂടെ തന്നെ വിഷാദ് കൂടി, അതായത് കുറച്ച് അധികമില്ല, കുറച്ച് നടിച്ചിട്ട് നോക്കി കഴിഞ്ഞിട്ട് പിന്നത്തെ ലജ്ജ നേരെ മുകളിലേക്കാണ്. അവിടെ ഇല്ല, വെള്ളം എടുത്തില്ല, പിന്നെ നേരെ മുകളിലേക്കാണ്. മുകളിൽ നിന്ന് കഴുത്തിറക്കിയിട്ട് താഴത്തേക്ക് വരുന്നു. ആ കഷ്ടം ഞാൻ കപടത്തിൻ്റെ ഒരു സ്ഥായിലേക്ക്. അതെ 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 കഷ്ടം. അത് പിന്നെ ആലോചിക്കലാണല്ലോ, കഷ്ടം ഞാൻ കപടം എന്നുള്ളതിനെ ആലോചിക്കുകയാണല്ലോ. അതെ, ആ കഷ്ടം ഞാൻ ചെയ്തിട്ടുള്ളത് അത് മറക്കാൻ വയ്യാത്തതാണല്ലോ. ഇതിപ്പോൾ നേരെ പറിച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ താഴത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങേയറ്റം ശൃംഗാരത്തോട് കൂട്ട് ഇവിടെ കാണുന്നതാണല്ലോ. ഈ മൂന്ന് തരമായിട്ട് വരുന്നുണ്ട്. ഈ ലജ്ജയൊക്കെ കാണിക്കുമ്പോൾ കൊട്ടിന് കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. എങ്ങനെ ചോദിച്ചാൽ കനവും വേണം, എന്നാൽ അധികം കനം വേണ്ട, ഒരു ഇടമട്ടായിട്ടും. നടൻ മനസ്സിൽ എന്താ വിചാരിക്കണമെന്ന് വെച്ചാൽ അത് തന്നെ മേളക്കാൻ കൊട്ടിയാൽ അത് ഉണ്ടാവും. അതന്നെ. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യത്യാസമാണ് അതിൽ വരേണ്ടത്. അതിപ്പോൾ ഇനി അതിലും ഒരു കാര്യം എന്താ വെച്ചാൽ, ആദ്യം കണ്ടു കഴിഞ്ഞിട്ട് വെള്ളം നോക്കിക്കൊണ്ട് ലജ്ജ നടിച്ചുല്ലോ. ഇതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഈ പൂജയ്ക്ക് വന്നപ്പോൾ സന്യാസിയല്ലേ, പൂജയ്ക്കും കൂടി വന്നിട്ട് ഇങ്ങനെ നിന്നെ ഇങ്ങനെ അങ്ങേറ്റവും വെച്ചിട്ട് അതിൻ്റെ ഒരു ലജ്ജയാണ് ഇപ്പോൾ അവളുടെ മുഖത്ത് നോക്കിയിട്ട് കാണിക്കണത്. മറ്റത് അവിടെ തന്നെ അവളുടെ മുഖത്ത് നോക്കിയിട്ട് എന്തൊരു കഷ്ടമാണ് ഞാൻ ചെയ്തത്, ഒരു പെൺകുട്ടിയെ ഇങ്ങനെ അതെ കപടവേഷം ധരിച്ചിട്ട് അയ്യേച്ചാൽ ലജ്ജ തന്നെയാണ് കേട്ടോ. ഇതല്ല അയ്യേച്ചൻ അവളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയല്ലോ ഞാൻ എന്നുള്ള അത് തന്നെയാണ്. അപ്പോൾ ഈ രണ്ടിനും കൂടി വ്യത്യാസമുണ്ട്, അഭിനയത്തിന് വ്യത്യാസമുണ്ട്. ഇപ്പം മറ്റേതിലാണെങ്കിൽ ആ ജലത ഒന്നും പറയുന്നുണ്ട് അവിടെ കഷ്ടഞ്ഞാങ്കപടത്തിൽ ഇല്ല. ഈ കഷ്ടഞ്ഞാങ്കപടത്തിൽ ഒരു ജലത എന്ന് അഭിനയിക്കുന്നുണ്ടല്ലോ, ഭവാനന്റെ അടിയിൽ വീണതും ഒരു ജാല്യം, അതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് തോന്നാറ്. അവിടെ കാണിക്കുന്ന ചെറിയൊരു ജാല്യം, ഭഗവാനും ഈ ഇന്ദ്രനൊക്കെ വന്നിരിക്കുന്നു, വേഷം കളിച്ച്. അത് കൃഷ്ണനോട് നാണക്കടാണ്. അല്ല, കൃഷ്ണനോട് കാണിക്കുമ്പോഴും ഉണ്ട്, അതുണ്ട്. അല്ല, കൃഷ്ണനോട് കാണിക്കുമ്പോൾ ഉണ്ടല്ലോ ജാള്യത എല്ലാം ഉണ്ട്. മറ്റോടത്ത് ഇന്ദ്രനെ കാണുമ്പോൾ ജാള്യത കുറച്ചുകൂടി അധികമായിരുന്നു മാത്രം. അതായത് അച്ഛനാണല്ലോ, അച്ഛൻ്റെ മുമ്പിൽ ഈ കപടവേഷം ധരിച്ചുകൊണ്ട്. മറ്റ് കൃഷ്ണനെ സംബന്ധിച്ചത് ഈ ജാള്യത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കൃഷ്ണൻ ഇത് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും വന്നിട്ട് കാക്കിൽ വീഴലും കാലിൽ വീണു. അതെ, അപ്പോൾ അതിൻ്റെ നാണക്കേടാണ് അവിടെ. ഇതല്ല, സ്വന്തം മകൻ ഇങ്ങനെ ഒരു കപടം ചെയ്ത് അവിടുത്തെ ജാള്യത. അപ്പോൾ കാര്യം നിസ്സാരമാണ്. രണ്ട് തരത്തിൽ കുറച്ച് വരുത്താൻ സാധിക്കും നന്നായി അർത്ഥമുള്ളൂ. രണ്ടും അർത്ഥം തന്നെയാണ് ചെയ്യണത്. ജാള്യത തന്നെയാണ് അവിടെയും, ജാള്യത തന്നെയാണ് പടി. അതെ, അല്ല അത് അപ്പോൾ അതിനൊക്കെ എന്താ അതിനൊക്കെ യോജിക്കുന്ന ഒരു കൊട്ട് ഉണ്ടാക്കിയെടുത്തു. അല്ല, അത് ഉണ്ണീഷൻ്റെ കേന്ദ്ര അത് പറയാതെ വയ്യ. ആശാന്റെ മാർഗനിർദ്ദേശത്തോടെ അതെ, കൊട്ട് ഇപ്പം ഇന്നത് വേണമെന്ന് അവിടെ പറയാൻ വയ്യ. ഞാൻ അതിൻ്റെ മാത്രമേ കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. രണ്ട് കൈയോട് കൊട്ടുക എന്നുള്ളത്. അപ്പോൾ അവിടെ എന്താ, അപ്പോൾ ഈ ഇപ്പം ശരിക്കും പറഞ്ഞെങ്കിൽ ഉണ്ണികൃഷ്ണൻ 10 തല, ഇപ്പോൾ അയാൾക്ക് തല ഒന്നുള്ളൂ കേട്ടോ, 10 തലമുള്ള രാവണനെ പോലെയാണ്. എന്താ വെച്ചാൽ പലതും ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് എന്തുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇങ്ങനെ 2 തലണ്ട് കൊട്ടണം എന്ന് പറഞ്ഞു, എന്നാൽ ബാക്കിയുള്ളതിനെ എങ്ങനെയൊക്കെയാണ് വേണ്ടത് സ്വയം തന്നെ ആലോചിച്ചിരിക്കണതാണത്. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞു കൊടുത്തുള്ളതല്ല, ഇങ്ങനെ കൊട്ടണം എന്ന് പറഞ്ഞു കൊടുത്തുള്ളതല്ല. അതേ ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഉണ്ടാക്കിയെടുത്തതാണ്. അത് പറയാനൊന്നും വയ്യ.
ഇത് മാത്രമേ ഞാൻ പറഞ്ഞു കൊടുത്തുള്ളൂ, 2 കൈ കൊണ്ടാക്കാറ്. അതായത് വലന്തലയിൽ കൊട്ടണ മാതിരി തന്നെ ഇടന്തലമ്പിൽ കൊട്ടണ മാതിരി തന്നെ വലന്തലി കൊട്ടി നോക്കുക, അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി സ്വന്തമായിട്ട് ഉണ്ടാക്കണതാണ്. അത് സംശയമൊന്നുമില്ല. അത് ഇതിൻ്റെ മാത്രമല്ല കേട്ടോ, അങ്ങനെ പലതും ഉണ്ണീഷിനെ സംബന്ധിച്ച് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പുതുതായിട്ട് പലതും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഭാവഭേദമന്യേ, അതായത് എന്തൊരു ഭാവമാണോ വരുന്നത് ആ ഭാവത്തിനെ അനുസരിച്ചിട്ട് കൊട്ടാൻ കഴിവുള്ള വ്യക്തി എന്ന് പറയാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് പ്രധാനി ഉണ്ണികൃഷ്ണനാണ്. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ആൾക്കാരില്ല എന്നല്ല, പക്ഷേ പ്രധാനി ഉണ്ണികൃഷ്ണനാണ്, പറയാതെ വയ്യ. അപ്പോൾ ആശാൻ എന്തായാലും വളരെ രസകരമായ ചർച്ചയായി. വളരെ പഴയ ഓർമ്മകളെയൊക്കെ ഇങ്ങനെ ഉദ്ധരിച്ചു കൊണ്ടുവന്ന ആശാൻ ആ മേളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു. ഞാൻ ചോദ്യങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അവസാനമായിട്ട് ചോദിക്കാനുള്ള ഒന്നാണ്, ഇപ്പോൾ ആശാൻ തന്നെ പല വട്ടമായിട്ട് പറഞ്ഞു, പുതിയ തലമുറക്കാരായ വാദകരായാലും ഗായകരായാലും വേഷക്കാരായാലും സീനിയേഴ്സ് എങ്ങനെയാണ് ചെയ്തതെന്ന് കണ്ട് പഠിക്കണം എന്നൊരു സൂചന പറയുകയുണ്ടായി. അവർ എങ്ങനെയാണ് പുതിയ കാല കളിയരങ്ങിലേക്ക് യോജിക്കുന്നവരായി മാറേണ്ടത് എന്ന ആശാൻ്റെ ഒരു സന്ദേശം അവർക്ക് നൽകി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഞാൻ രാജാരൻ പറഞ്ഞതിൽ ഈ കാര്യം ഞാൻ സന്തോഷിക്കണു. പറയാൻ അർഹനാണോ അല്ലയോ എന്നുള്ളത് ഇപ്പോൾ രാജാരനോട് ഞാൻ ചോദിക്കണില്ല. കാരണം എന്താ വെച്ചാൽ അർഹനാണ് എന്നുള്ള സങ്കല്പത്തോടു കൂടിയാണല്ലോ ഇപ്പോൾ എന്നോട് ഇപ്പോൾ പറയാൻ പറഞ്ഞത്. പക്ഷേ അത് കേൾക്കുമ്പോൾ നമ്മളുടെ തലമുറയ്ക്ക്, പുതിയ തലമുറയ്ക്ക് അരോചകം അല്ലെങ്കിൽ ഇത് പറയണ്ടായിരുന്നു എന്ന് തോന്നുമായിരിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. എങ്കിലും പറയാതിരിക്കാൻ വയ്യ. അതായത് കഥകളി എന്നുള്ള നിലയ്ക്ക് അതിൻ്റേതായിട്ടുള്ള അനുഭവം, എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞില്ലേ, പുള്ളി കേശവൻ നായരുടെ പാട്ടടക്കം അവിടെ നിന്ന് മറ്റേ വെങ്കടേഷ്ണവാരുടെ നമ്പീശനാശാൻ്റെ അങ്ങനെ അവിടെ അടക്കം മൂത്തവരെ തിരുമേനിയുടെ കൊട്ട്, മാധവൻ നായരുടെ കൊട്ട്, അങ്ങനെ പലരുടെയും രംഗഭാഷ എന്താണെന്നുള്ളത് കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്, അനുഭവിക്കാൻ ചിലതിന് പറ്റിയിട്ടുണ്ട്. അത് വേറെ കാര്യം. എങ്കിലും ശരി, അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ നമ്മളുടെ ജീവിച്ചിരിക്കുന്ന തലമുറയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണോ അത് എങ്ങനെയാണോ വരേണ്ടത്, ഏത് തരത്തിൽ വരുന്നുണ്ട് എന്നുള്ളത് കാണാൻ പറ്റുന്നിടത്തോളം കാണുക. അതായത് കൊട്ടായാലും പാട്ടായാലും വേഷമായാലും അത് കാണാൻ പറ്റുന്നിടത്തോളം കാണുക. അതിൽ നിന്ന് വേണ്ടത് അത് അങ്ങേയറ്റവും വേണ്ടത് മാത്രം സ്വീകരിച്ച് അതിനെ പോഷിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക. അതായത് പോഷിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കൊട്ടാണെങ്കിൽ അതിനെ ഘനം ചിലതിരിക്കൽ ചെയ്യണത് പോരാ എന്നുള്ളത് സ്വയം കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ കേട്ടുകൊണ്ടിരിക്കുമ്പോഴോ തോന്നൂലോ. ആ തോന്നണതിന് അപ്പോൾ അവിടെ എത്രണ്ടും വരുത്തണം, ഇതൊക്കെ സ്വയം ചിന്തിക്കേണ്ടതാണ്. അവരെന്താണോ കാണിച്ചത് അതേമാതിരി വരട്ടെ എന്നല്ല വിചാരിക്കേണ്ടത്. സ്വയം ചിന്തിക്കുക, സ്വയം ചിന്തിച്ച് വളരുക. അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് പാട്ടിനും കൊട്ടിനും വേഷത്തിനും ഒക്കെ ബാധകമാണ്. അതങ്ങനെ ചെയ്താൽ എന്തുണ്ട് വെച്ചാൽ പുതിയ തലമുറയ്ക്ക് അങ്ങേറ്റവും ഇപ്പോൾ ഇല്ലായിട്ടല്ല, ഇപ്പോൾ നല്ല നല്ല അറിവോടുകൂടി തന്നെ അവർ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനം ഒന്നും കൂടിയും മിനുക്കിയെടുത്ത് പോഷിപ്പിച്ച് അങ്ങേറ്റം ഉന്നതിയിലെത്തിക്കാൻ അവരെക്കൊണ്ട് സാധിക്കും. അപ്പോൾ കഥകളിക്ക് ഒരു കാലത്തും ഒരു വിധത്തിലും കോട്ടം തട്ടില്ല എന്ന് പരിപൂർണമായി വിശ്വസിക്കാം. അത് ഇപ്പോഴത്തെ തലമുറ അങ്ങേറ്റവും അതിനുവേണ്ടി ശ്രമിക്കണം എന്നൊരു അഭ്യർത്ഥന മാത്രമാണ് എനിക്കിപ്പോൾ ഇതിൽ പറയാനുള്ളത്. അഭ്യർത്ഥന മാത്രമാണ്, ഉപദേശമല്ല, തെറ്റിദ്ധരിക്കരുത്. ഇത്രയും പറയാനേ എനിക്ക് കഴിയൂ. ക്ഷമിക്കുക. നന്ദി, നമസ്കാരം.